കോഴിക്കോട് താമരശ്ശേരിയിൽ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെ ഇന്നലെ രാത്രി 12:30-ഓടെയാണ് മുഹമ്മദ് ഷഹബാസിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രമ്യദാസാണ് ചേരുന്നത്. രമ്യ, വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയതിനു ശേഷം ഷഹബാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇപ്പോൾ ഷഹബാസ് മരിച്ചു എന്ന വാർത്തയാണ്, വലിയൊരു വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വരദ, തീർച്ചയായും അതിദാരുണമായൊരു വാർത്ത തന്നെയാണ് രാവിലെ നമുക്ക് പങ്കുവെക്കാനുള്ളത്. അതായത് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ ഷഹബാസ് ആണ് മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ ഏകദേശം 12:30-ഓടെയായിരുന്നു വിദ്യാർത്ഥിയുടെ മരണം സ്ഥിരീകരിച്ചത്. വ്യാഴാഴ്ചയാണ് ഈ താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിന് മുന്നിൽ വിദ്യാർത്ഥികൾ തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഷഹബാസിന് പരിക്കേറ്റിരുന്നത്. അന്ന് തന്നെ താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ ഷഹബാസിനെ പ്രവേശിപ്പിച്ചെങ്കിലും സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അതിതീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു ഷഹബാസിന്റെ. ചികിത്സയെ തുടരവെയാണ് ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നത്. തലയ്ക്ക് പുറകിലേറ്റ മാരക പരിക്കാണ് ഷഹബാസിന്റെ മരണകാരണം എന്ന് നമുക്ക് പ്രാഥമികമായി പറയാൻ കഴിയും. എങ്കിലും ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ കഴിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് എന്തുകൊണ്ടാണ് ഷഹബാസിന്റെ മരണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി വിവരം നൽകാൻ കഴിയൂ. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 5 വിദ്യാർത്ഥികളാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷന്റെ കസ്റ്റഡിയിലുള്ളത്. നിലവിൽ ഈ 5 വിദ്യാർത്ഥികളാണ് പോലീസ് കസ്റ്റഡിയിലായിട്ടുള്ളത്. അതോടൊപ്പം ഈ ഏറ്റുമുട്ടലിന് പിന്നാലെ, അതുപോലെ ഷഹബാസ് മരണമടഞ്ഞു എന്ന് വാർത്ത വന്നതിന് പിന്നാലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റിന്റെ വോയിസും പുറത്തു വന്നിരുന്നു. എന്തൊക്കെയാണ് ഇതിലെ വിശദാംശങ്ങൾ? ഇവർ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്നൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങളാണ് ഇൻസ്റ്റഗ്രാം ചാറ്റിലൂടെ പറയുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും വരദ, ഇത്തരത്തിൽ ഷഹബാസിന്റെ മർദ്ദനത്തിന് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിന് ദുരൂഹത ഏറുകയാണ്. കാരണം ഇന്നലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിതാവ് രംഗത്ത് വന്നിരുന്നു. അതായത് കുട്ടിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു അക്രമമാണ് എന്നായിരുന്നു പിതാവിന്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം ചാറ്റുകളും ഉൾപ്പെടെയുള്ള പുറത്തു വരുന്നത്. അതായത് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും, കൊന്നൊന്ന് പോയി നോക്ക്, കൂട്ടത്തല്ലിൽ മരിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കില്ല തുടങ്ങിയ ഇൻസ്റ്റഗ്രാം ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ പരസ്പരം സംസാരിക്കുന്ന ഈ സന്ദേശങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഷഹബാസിനെ ഇത്തരത്തിൽ കൊണ്ടുപോയി ഈ ആക്രമിക്കാനുള്ള ഒരു കാരണം എന്താണ്? ഈ ഇത്രമാത്രം ഈ ഷഹബാസിനോട് ഒരു വൈരാഗ്യം എന്നുള്ള കാര്യങ്ങൾ കൂടി ഇനി പുറത്തു വരാറുണ്ട്. നിലവിലെ 5 വിദ്യാർത്ഥികളാണ് സ്റ്റേഷനിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവർ 10ാം ക്ലാസ്സുകാരാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇവരെല്ലാം മാതാപിതാക്കളുടെ വിളിച്ചു വരുത്തി വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ വീണ്ടും സ്റ്റേഷനിൽ എത്തിക്കാനാണ് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തുതന്നെയായാലും കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. കാരണം എന്താണ് ഷഹബാസിനോട് ഇത്തരത്തിലൊരു വ്യക്തി വൈരാഗ്യം ഇവർക്ക് ഉണ്ടാവാൻ കാരണം ആ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയല്ല ഷഹബാസിനെ കൂട്ടുകാരാണ് വീട്ടിൽ നിന്നും ഈ ഒരു വേറൊരു പാർട്ടിക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഷഹബാസിനെ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോയി ഇത്തരത്തിൽ കൂട്ട മർദ്ദനത്തിന് ഇരയാക്കി, അതായത് ഷഹബാസിന്റെ മരണം തന്നെയാണ് ഇവർ കൊല്ലും എന്നുള്ള ആ ഒരു സന്ദേശം തന്നെയാണ് നടപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്ന് തന്നെയായാലും ഷഹബാസിന്റെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കണം. എങ്കിൽ എന്താണ് മരണകാരണം എന്നുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അതുപോലെ തന്നെ ഈ പിടിയിലായിട്ടുള്ള 5 വിദ്യാർത്ഥികളെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ഈ ഒരു വിദ്യാർത്ഥിയോട്, സഹപാഠിയോട് ചെയ്യാനുണ്ടാവുന്ന കാരണം എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. വരദ. ശരി, രമ്യദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.